So, welcome students. The next instrument is the simple microscope. മനസ്സിലായോ? അപ്പൊ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത് അത് തന്നെ വേറൊരു പേരും കൂടെ ഉണ്ട്. ഹാൻഡ് ലെൻസ് എന്നാണ് അതിന്റെ പേര്. ഹാൻഡ് ലെൻസ് എന്ന് പറയുന്നത് നമുക്ക് ഹാൻഡി ആയിട്ട് കയ്യിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധാരണ സിമ്പിൾ മാഗ്നിഫയർ അതിന് പറയാം. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് ആണ് അതിനകത്തുള്ളത്. ആ കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് നമ്മുടെ മുൻപിലുള്ള റൈറ്റിംഗ്സോ എന്തെങ്കിലും കുറച്ച് വലുപ്പത്തിൽ കാണാൻ സാധിക്കുന്നതാണ് സിമ്പിൾ മൈക്രോസ്കോപ്പ്. പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന ആ ലെൻസിന്റെ സൈസ് വളരെ പരിമിതമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ ചെറിയ അധികം മൈന്യൂട്ട് ആയിട്ടുള്ള റൈറ്റിംഗ്സോ അല്ലെങ്കിൽ ഒബ്ജക്ട്സോ ഒന്നും നമുക്ക് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ സാധിക്കില്ല. കാരണം മൈക്രോസ്കോപ്പ് മാഗ്നിഫൈഡ് ആയിട്ട് കാണാനാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഒരു സാധാരണ മൈക്രോസ്കോപ്പിന്റെ കേസിൽ അതിന്റെ വർക്കിംഗ് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്ന ഇതാണ് നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്ന നമ്മുടെ ഹാൻഡ് ലെൻസ്. ആ ഹാൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെങ്തിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലായിട്ട് നമ്മൾ നമ്മുടെ റൈറ്റിംഗ്സോ ഒബ്ജക്റ്റോ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതേ സൈഡിൽ തന്നെ യു ആർ ഹാവിങ് എ വെർച്വൽ ഇമേജ്. നമുക്ക് അവിടെ ഒരു മാഗ്നിഫൈഡ് ഇമേജ് ആണ്, പക്ഷെ ഇറ്റ് ഈസ് അപ്പിയറിംഗ് ഇറ്റ് ഈസ് എ വെർച്വൽ ഇമേജ്. അങ്ങനെയുള്ള ഒരു മാഗ്നിഫൈഡ് ഇമേജ് സെയിം സൈഡിൽ കിട്ടും. ഇനി ആ കിട്ടുന്ന ഫൈനൽ ഇമേജ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ. അത് നമുക്ക് ഏറ്റവും ക്ലിയർ ആയിട്ട് കാണാവുന്ന അടുത്ത ദൂരമാണ് എന്ത് പറയുന്നത്? ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ അല്ലെങ്കിൽ നിയർ പോയിന്റ് എന്ന് വിളിക്കുന്നത്. അവിടെയായിരിക്കും നമ്മുടെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. V/U, V into 1/U. 1/U പകരം 1/V മൈനസ് 1/F. അപ്പൊ നമുക്ക് 1 - V/F എന്ന് കിട്ടി. ഇമേജ് ഡിസ്റ്റൻസ് ഫോം ചെയ്തത് അറ്റ് ദ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ അഥവാ D നിയർ പോയിന്റ് ആണ്. അത് സെയിം സൈഡ് തന്നെ ആയതുകൊണ്ട് സൈൻ കൺവെൻഷൻ അനുസരിച്ച് നെഗറ്റീവ് സൈൻ വന്നു. സോ യു ആർ ഹാവിംഗ് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ആസ് 1 + D/F. അപ്പൊ മാഗ്നിഫിക്കേഷൻ 1 + D/F വരുന്നത് എപ്പോഴാണ്? when the object is within the focal length. Okay, note it. When the object is within the focal length, you are getting a virtual image, virtual magnified image. So the magnification is 1 + D/F. Another possibility is also there, the angular magnification. ആംഗുലാർ മാഗ്നിഫിക്കേഷന്റെ ഇതെന്ന് വെച്ചാൽ നമുക്ക് ഇമേജ് ഇൻഫിനിറ്റിയിലാണെന്ന തരത്തിൽ വരുത്തണം. ഇമേജ് ഇൻഫിനിറ്റിയിലാണെന്ന് വരുത്തണമെങ്കിൽ നമുക്ക് ഒബ്ജക്റ്റ് എവിടെ വെക്കണം? ഫോക്കസിൽ വെക്കണം. മനസ്സിലായോ? അപ്പൊ ഫോക്കസിൽ, പ്രിൻസിപ്പൽ ഫോക്കസിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ യു ആർ ഹാവിംഗ് ഓർ യു ആർ ഗെറ്റിംഗ് ദ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. അപ്പോ മാഗ്നിഫിക്കേഷൻ ഈസ് V/U. V/U എന്ന് പറയുമ്പോൾ U എന്ന് പറയുന്ന ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഫോക്കസിലാണ്. അപ്പൊ F എന്ന് എഴുതി. ആൻഡ് അപ്പിയറിംഗ് ടു ബി ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാലും നമുക്ക് ക്ലിയർ ആയിട്ട് കാണുന്നത് ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണല്ലോ. മനസ്സിലാക്കണം, ഒരു ചുമ്മാ ഹാൻഡ് ലെൻസ് ആണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ ആ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് വിഷൻ ആണ് V ആയിട്ട് വരുന്നത്. സോ മാഗ്നിഫിക്കേഷൻ ഈസ് D/F. സോ ദിസ് ഈസ് ദ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്നും കൂടിയാണ് ഇതിനെ വിളിക്കുന്നത് കേട്ടോ. നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്നാണ് വിളിക്കുന്നത് when the image is formed at infinity. that is important. ഒരു സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസിൽ ഇത് മിക്കവാറും ചോദിക്കാറുണ്ട്. നോർമൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് you have to keep the final image at infinity. Now the next instrument is compound microscope. compound microscope യൂസ് ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മുടെ സിമ്പിൾ മൈക്രോസ്കോപ്പ് വെച്ച് നമുക്ക് കിട്ടാവുന്ന മാഗ്നിഫിക്കേഷൻ ലിമിറ്റഡ് ആണ്. കാരണം നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ലെൻസിന്റെ സൈസ് ലിമിറ്റഡ് ആയതുകൊണ്ട് അതിന് കിട്ടുന്ന മാഗ്നിഫിക്കേഷനും ലിമിറ്റഡ് ആകും. അപ്പൊ അതുകൊണ്ട് കോമ്പിനേഷൻ ഓഫ് ലെൻസസ് വഴി കിട്ടുന്നതാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ നമുക്ക് 2 കോൺവെക്സ് ലെൻസുകളാണ് ഉള്ളത്. ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്യുന്ന ലെൻസിനെ ഒബ്ജക്റ്റീവ് എന്ന് വിളിക്കും. നമ്മൾ നോക്കുന്ന ലെൻസിനെ നമ്മൾ വിളിക്കുന്നത് ഐപീസ് എന്നാണ്. ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഐപീസിനാണ് ലാർജ് അപ്പർച്ചർ അല്ലെങ്കിൽ എക്സ്പോഷർ ഏരിയ ആൻഡ് ഓൾസോ ഫോക്കൽ ലെങ്ത്. ഒബ്ജക്റ്റിനെ ഫേസ് ചെയ്യുന്ന ലെൻസ് ചെറുതായിരിക്കും. അങ്ങനെ ലെൻസിന്റെ മുന്നില് ഫോക്കസിനും വെളിയിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു.
റൂൾസ് അനുസരിച്ച് റേ ഡയഗ്രാം വരയ്ക്കുമ്പോൾ നമുക്ക് രണ്ട് ലൈറ്റ് റേസ് എടുക്കാം അല്ലെ. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയ ലൈറ്റ് റേയും ഒപ്റ്റിക് സെന്ററിൽ കൂടി അൺഡിവേറ്റഡ് ആയിട്ട് പോകുന്ന ലൈറ്റ് റേയും. ആ രണ്ട് ലൈറ്റ് റേയും കൂടെ കൺവേർജ് ചെയ്യുന്നത് A', B' എന്ന പോയിന്റിൽ വിച്ച് ഈസ് സെർവിങ് ആസ് ദ ഒബ്ജക്റ്റ് ഫോർ ഐ പീസ്. ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ട് മാറുകയാണിത്. അങ്ങനെയെങ്കിൽ A', B' നമ്മൾ വരുത്തിയിരിക്കുന്നത് ഐ പീസിന്റെ ഫോക്കസിന് ഉള്ളിലാണ്. ഐ പീസിന്റെ ഫോക്കസിന് ഉള്ളില്. അങ്ങനെ വരുമ്പോ ഫൈനൽ ഇമേജ് ഈസ് ഫോംഡ് ഹിയർ at the least distance of distinct vision. മനസ്സിലായോ? ഐ പീസിൽ നിന്ന് ഒബ്സർവ് ചെയ്യുമ്പോൾ the image is formed at the least distance of distinct vision. Okay, so this is the working of a കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. അവിടെയും നമുക്ക് ലീനിയർ മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാം. ലീനിയർ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് മാഗ്നിഫിക്കേഷൻ കോമ്പിനേഷൻസ് ആയതുകൊണ്ട് ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവിന്റെയും ഐ പീസിന്റെയും മാഗ്നിഫിക്കേഷനുകളുടെ പ്രോഡക്റ്റ് ആണ്. അപ്പോ ഒബ്ജക്റ്റീവിന്റെ മാഗ്നിഫിക്കേഷൻ V0/U0, ഐ പീസിന്റെ മാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നത് V0/U0 അനുസരിച്ച് സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ ആയ 1+D/FE എടുത്തു. അതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മളിവിടെ കാണുന്നത്. ഇനി ഒബ്ജക്റ്റീവിന്റെ കേസിൽ ഒന്ന് ശ്രദ്ധിച്ചേ. ഒബ്ജക്റ്റീവിന്റെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഫോക്കൽ ലെങ്ത് ആയിട്ട് വരുന്നു. അഥവാ ഇമേജ് ഫോം ചെയ്യുന്ന ഒബ്ജക്റ്റീവിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലെൻസ് ആണ്. അപ്പോ ആ ലെൻസിന്റെ അകലം എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് ദ ട്യൂബ് ആണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ ലെങ്ത് ആണ്. അപ്പൊ അതിനെ നമ്മൾ L എന്ന് എടുത്തു. അപ്പൊ L/FO × 1+D/FE. മനസ്സിലായോ? അവിടെയും ആംഗുലാർ മാഗ്നിഫിക്കേഷൻ ഇമേജ് ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി ഫോർ നോർമൽ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് എന്തായിട്ട് എടുക്കാം? L/FO × D/FE. ഓക്കെ, നോർമൽ അഡ്ജസ്റ്റ്മെന്റിന്റെ മൈക്രോസ്കോപ്പിന്റെ കേസിൽ, സിമ്പിൾ മൈക്രോസ്കോപ്പിന്റെ കേസിൽ എടുത്തത് ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ അതുപോലെ L/FO × D/FE എന്ന മാഗ്നിഫിക്കേഷൻ, ഫൈനൽ മാഗ്നിഫിക്കേഷൻ നമുക്ക് എടുക്കാം. Now the next optical instrument is telescope. What is the use of a telescope? ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് അകലെയുള്ള വസ്തുക്കളെ കാണാനായിട്ടാണ് ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യുന്നത് മാഗ്നിഫൈഡ് ആയിട്ട് കാണാൻ. പക്ഷെ ടെലിസ്കോപ്പ് യൂസ് ചെയ്യുന്നത് എന്തിനാണ്? അകലെയുള്ള വസ്തുക്കളെ അടുത്ത് കാണാൻ. പക്ഷെ നമുക്ക് രണ്ട് തരം ടെലിസ്കോപ്പുകളുണ്ട്. കാരണം നമ്മുടെ എർത്തിന്റെ സർഫസിൽ അല്ലെങ്കിൽ ഭൂമിയിലുള്ള വസ്തുക്കളെ ഒബ്സർവ് ചെയ്യാനുള്ള ടെലിസ്കോപ്പുകളെ നമ്മൾ വിളിക്കുന്നു ടെറസ്ട്രിയൽ ടെലിസ്കോപ്പ് എന്ന്. ഔട്ടർ സ്പേസിലുള്ള വസ്തുക്കളെ ഒബ്സർവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പ്. മനസ്സിലായോ? പക്ഷെ ഇതിന്റെ രണ്ടിന്റെയും അല്ലെങ്കിൽ രണ്ട് തരത്തിലുള്ള ടെലിസ്കോപ്പ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ടർ സ്പേസിലുള്ള ഭൂരിഭാഗം ഒബ്ജക്റ്റുകളും സിമെട്രിക്കൽ ഇൻ ഷേപ്പാണ്. ഇപ്പൊ നമ്മളൊരു സാറ്റേൺ എന്ന് പറയുന്ന പ്ലാനറ്റിനെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ അതിനൊരു സ്പെറിക്കൽ ഷേപ്പ് ഉണ്ട്, കൂടാതെ ഒരു റിങ്ങും ഉണ്ട്. അവിടെ ഒരു കാര്യം നിങ്ങൾ ഓർക്കുക, ഒരു കോൺവെക്സ് ലെൻസിലൂടെ നമ്മളൊരു ഫൈനൽ ഇമേജ് കിട്ടുന്നത് എങ്ങനെയായിരിക്കും? അപ്സൈഡ് ഡൗൺ ആയിരിക്കും അല്ലെ, ഇൻവെർട്ടഡ് ഇമേജ് എന്ന് നമ്മൾ വിളിക്കും. അപ്പൊ ഒരു സാറ്റേൺ റിങ്ങിനെ അപ്സൈഡ് ഡൗൺ ആയിട്ട് നമുക്ക്, അല്ലെങ്കിൽ ഒരു സാറ്റേൺ പ്ലാനറ്റിനെ അപ്സൈഡ് ഡൗൺ ഇൻവെർട്ടഡ് ഇമേജ് ആയിട്ട് കിട്ടിയാലും നമുക്ക് അതിൽ വലിയ അരോചകത്വം ഒന്നുമില്ല. പക്ഷേ ടെറസ്ട്രിയൽ ഒബ്സർവേഷന് വേണ്ടി ഭൂമിയിലുള്ള ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിനെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ബിൽഡിംഗ് തലതിരിഞ്ഞാണ് നമ്മൾ കാണുന്നതെങ്കിൽ കാണുന്നത് ഒരു അപാകതയാണ് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ടെറസ്ട്രിയൽ ഒബ്സർവേഷന് വേണ്ടി ടെറസ്ട്രിയൽ ടെലസ്കോപ്പും ആസ്ട്രോണമിക്കൽ ടെലസ്കോപ്പ് എന്ന് പറഞ്ഞ ഔട്ടർ സ്പേസ് ഒബ്സർവേഷന് വേണ്ടിയും രണ്ട് തരം ടെലസ്കോപ്പ് യൂസ് ചെയ്യുന്നത്. പിന്നെ വേറൊരു ക്ലാസിഫിക്കേഷനും കൂടെ ടെലസ്കോപ്പിൽ വരുന്നുണ്ട്, റിഫ്രാക്റ്റിംഗ് ആൻഡ് റിഫ്ലക്റ്റിംഗ് ടെലസ്കോപ്പ്. അപ്പൊ റിഫ്രാക്റ്റിംഗ് എന്ന് പറയുന്നത് എന്തായിരിക്കാം? അവിടെ ലെൻസ് ഉപയോഗിക്കുന്നത് കൊണ്ട്. റിഫ്ലക്റ്റിംഗ് വരുന്നതോ മിറർ യൂസ് ചെയ്യുന്നത് കൊണ്ട്. മനസ്സിലായോ? സോ ഫസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്. എന്താണ് റിഫ്രാക്റ്റിംഗ് ടെലസ്കോപ്പ്? മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് കണ്ടതുപോലെ തന്നെ ഇവിടെയും നമുക്ക് രണ്ട് ലെൻസുകളുണ്ട്. ഏതൊക്കെയാണ്? ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നതും ഐ പീസ് എന്ന് പറയുന്നതും. ഒബ്ജക്റ്റ് എന്ന് വിളിക്കുന്ന ലെൻസ് സൈസ് കൂടുതലാണ്, ഫോക്കൽ ലെങ്ത് കൂടുതലാണ്, അപ്പർച്ചർ കൂടുതലാണ്. എന്തിനാണ് ഇവിടെ അപ്പർച്ചർ കൂട്ടിയത്? ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന ലൈറ്റ് റേസ് മാക്സിമം നമുക്ക് അക്സെപ്റ്റ് ചെയ്യണം. മാക്സിമം പിടിച്ചെടുത്തു കഴിഞ്ഞാലേ ഇമേജിന് ക്ലാരിറ്റി കാണൂ. അതുകൊണ്ട് എക്സ്പോഷർ ഏരിയ അല്ലെങ്കിൽ അപ്പർച്ചർ എൻഹാൻസ് ചെയ്ത് കൂട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഒബ്ജക്റ്റീവ് ലാർജർ സൈസ് ആയിട്ട് എടുത്തത്. അങ്ങനെ
ഡിസ്റ്റന്റ് ഒബ്ജക്റ്റിൽ നിന്ന് വരുന്ന പാരലൽ റേസ് ഇറ്റ് ഈസ് കൺവേർജിങ് അറ്റ് എ പോയിന്റ്. ഫോക്കസിൽ കൺവേർജ് ചെയ്യുന്നു, ഫോക്കസ് ഓഫ് ദ ഒബ്ജക്റ്റീവിൽ കൺവേർജ് ചെയ്യുന്നു. ആൻഡ് വിച്ച് ഈസ് ഫോമിംഗ് ദ ഇമേജ് ഫോർ ഐ പീസ്. നമുക്ക് റിയാലിറ്റി കിട്ടണമെങ്കിൽ എന്ത് വേണം? ഫൈനൽ ഇമേജ് ഷുഡ് ബി ഫോംഡ് അറ്റ് ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലീസ്റ്റ് ഡിസ്റ്റൻസ് ഓഫ് ഡിസ്റ്റിങ്ക്ഷൻ തന്നെയാണ് കേട്ടോ. ഇത് ടെലിസ്കോപ്പ് ആണെന്ന് കൂടെ ഓർക്കണം. പക്ഷേ ഇവിടെ കിട്ടുന്ന ഈ പറയുന്ന ഫസ്റ്റ് ഇമേജ് എന്ന് പറയുന്നത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിലും മാറുന്നത് പോലെ ഐപീസിന്റെ ഇമേജ് ഒബ്ജക്റ്റ് ആയിട്ടാണ് മാറുന്നത്. മനസ്സിലായോ? സോ this forms the object to the eyepiece and magnified final image is formed. Now we can calculate the magnification. ഇവിടുത്തെ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മുടെ ഒബ്ജക്ട് ഡിസ്റ്റൻസ് അല്ല, ഇമേജ് ഡിസ്റ്റൻസ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്നോ ഒബ്ജക്റ്റ് ഇമേജിന്റെ ഹൈറ്റ് ബൈ ഒബ്ജക്റ്റ് ഹൈറ്റ് എന്നോ ഒക്കെ നമ്മൾ എടുക്കുന്നതിന് പകരം നമ്മൾ ഇവിടെ എടുക്കുന്നത് ആംഗിൾ സബ്ടെൻഡഡ്. മനസ്സിലായോ? The angle subtended by the image to angle subtended by the object. അങ്ങനെയാണ് എടുക്കുന്നത്. The magnifying power is the ratio of angle subtended at the eye by final image to the angle subtended by the object at the eye. അങ്ങനെ വരുമ്പോൾ ദാറ്റ് ഇസ് ബീറ്റ ബൈ ആൽഫ. ഈ ബീറ്റ ബൈ ആൽഫ എന്ന് പറയുന്ന ഈ വാല്യൂ ടാൻ ബീറ്റ ടാൻ ആൽഫ വഴിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് നമുക്ക് കിട്ടുന്നത് എച്ച് ബൈ എഫ് ഇ ഡിവൈഡഡ് ബൈ എച്ച് ബൈ എഫ് ഒ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഒ ബൈ എഫ് ഇ. ഓക്കെ, എഫ് ഒ ബൈ എഫ് ഇ. അത് കൂടാതെ ഈ എഫ് ഒ പ്ലസ് എഫ് ഇ എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ ട്യൂബ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ലെൻസസ് എന്ന് പറയുന്നതാണ് ലെങ്ത് ഓഫ് ദ ടെലിസ്കോപ്പ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇതാണ് ഒരു റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പിന്റെ മാഗ്നിഫിക്കേഷൻ. ഇനി ഇത് ടെറസ്ട്രിയൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുമ്പോൾ എന്താണ് ഡിഫറൻസ് വരുത്തുന്നത് അല്ലെങ്കിൽ ഓൾട്ടറേഷൻ വരുത്തുന്നതെന്ന് വെച്ചാൽ അവിടെ അഡീഷണൽ ആയിട്ട് കോൺവെക്സ് ലെൻസിന്റെ ഫിറ്റിംഗ്സും കൂടെ ഉണ്ടാകും. അതുവഴി ഒരു ഫൈനൽ ഇറക്റ്റ് ഇമേജ് ഫോം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതാണ് ടെറസ്ട്രിയൽ ടെലിസ്കോപ്പും ആസ്ട്രോണമിക്കൽ ടെലിസ്കോപ്പും തമ്മിലുള്ള വ്യത്യാസം. ഇത് കൂടാതെ വേറൊരു ലെൻസും കൂടെ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഒരു ഫൈനൽ ഇറക്റ്റ് ഇമേജ് കിട്ടും. ഇൻവെർട്ടഡ് ഇമേജിനെ വീണ്ടും ഇൻവേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് റിയൽ ഇറക്റ്റ് ഇമേജ് കിട്ടും. ആൻഡ് ദ ലാസ്റ്റ് ടെലിസ്കോപ്പ് ഈസ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ്. അപ്പൊ റിഫ്ലക്റ്റിംഗ് മീഡിയ എന്ന് പറയുന്നത് മിറർ ആയിരിക്കും അല്ലേ? പക്ഷെ ഇതത്ര കോമൺ യൂസ് ഇല്ല, കാരണം വളരെ എക്സ്പെൻസീവ് ആണ്. കാരണം ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് 2 മിററുകളാണ്. മനസ്സിലായോ? ഈ കാണിച്ചിരിക്കുന്ന പാരലൽ ലൈറ്റ് റേസ് കമ്മിങ് ഫ്രം ദ ഒബ്ജക്ട് falling on a concave mirror. Concave mirror focusing to a convex mirror. Then again it is going to eyepiece. മനസ്സിലായോ? റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്പ് ആർ എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട് because of large size. So we are reflecting telescopes are used using concave mirror. They are free from chromatic aberration and spherical aberration. ഈ 2 ഡിഫക്റ്റ് ഞാൻ പറയാനൊന്ന് വിട്ടുപോയി. ക്രോമാറ്റിക് അബറേഷൻ എന്ന് പറയുന്നത് ക്രോമ മീൻസ് കളർ അല്ലെ? അപ്പോൾ ഈ ലെൻസിൽ കൂടി എല്ലാം പാസ് ചെയ്ത് വരുന്ന ലൈറ്റ് റേസ് ഇമേജ് ഫോം ചെയ്യുമ്പോൾ കളേർഡ് ഇമേജസ് ആയിട്ട് പല സ്ഥലത്തായിട്ട് ഫോം ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ ഫോക്കസിൽ ഫോം ചെയ്യേണ്ട ഇമേജ് ഇൻ ആൻഡ് അറൌണ്ട് ഫോക്കസ് ആയിട്ട് ഒരു 2-3 ഇമേജ് കളറിൽ, ഒന്ന് വയലറ്റ് കളർ ആണെങ്കിൽ വേറൊരു ഗ്രീൻ കളറിൽ അങ്ങനെയൊക്കെ ഫോം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ഡിഫക്റ്റ്. അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ക്രോമാറ്റിക് അബറേഷൻ എന്ന് വിളിക്കുന്നത്. ഇതുപോലെ തന്നെ സ്പെറിക്കൽ അബറേഷൻ എന്ന് വിളിക്കുന്നത് ഈ ഒരു കോൺവെക്സ് ലെൻസിൽ കൂടി കടന്നു വരുന്ന ലൈറ്റ് റേസ്, ആദ്യത്തെ ഒരു സെറ്റ് ഓഫ് റേസിനെ നമുക്ക് വിളിക്കാം പാരലൽ ആക്സിസിന് വളരെ ക്ലോസ് ആയിട്ട് കടന്നു പോകുന്ന ലൈറ്റ് റേസ്. അവരെല്ലാം ഒരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നു. അതേസമയം പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും അകന്നിട്ട് ആ എഡ്ജിലേക്ക് വരുന്ന ലൈറ്റ് റേസ്, അതിനെ നമുക്ക് വിളിക്കാം മാർജിനൽ ലൈറ്റ് റേസ്. മാർജിനൽ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്യുന്നത് വേറെ കുറച്ചും കൂടെ മാറിയിട്ട് അപ്പൊ വേറൊരു പോയിന്റിൽ ഫോക്കസ് ചെയ്യുന്നു, വേറൊരു ഇമേജ് കിട്ടുന്നു. അപ്പൊ അവിടെയും 2 തരം ഇമേജ് ഫോം ചെയ്യുമ്പോൾ വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ഇഫക്റ്റ്? അതിന്റെ ക്ലാരിറ്റി കുറയുകയാണ്, ഇമേജിന്റെ ക്ലാരിറ്റി കുറയുകയാണ്. മനസ്സിലായോ? അപ്പൊ മാർജിനൽ ലൈറ്റ് റേസിന്റെ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് വേറെ, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ട് വരുന്ന അല്ലെങ്കിൽ അതിന് സമീപത്തുള്ള ആ ഒരു
സെറ്റ് ഓഫ് റേസ് കൺവേർജ് ചെയ്യുന്ന പോയിന്റ് വേറെ. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇമേജിന്റെ ക്ലാരിറ്റി കുറയും. അപ്പൊ ഇതൊക്കെയാണ് ഈ പറയുന്ന ക്രോമാറ്റിക് അബ്രേഷൻ എന്നും സ്പെറിക്കൽ അബ്രേഷൻ എന്നും എല്ലാം പറയുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെയുള്ള ഡിഫക്റ്റുകൾ കുറയ്ക്കാനാണ് മിറർ വെച്ചിട്ടുള്ള ടെലസ്കോപ്പുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത്. മിറേഴ്സ് ആർ ലൈറ്റ് ആൻഡ് ഈസി ടു ഹാൻഡിൽ. കാരണം ലെൻസിന്റെ എക്സ്പോഷർ പാർട്ട് എന്ന് പറയുന്നത് നമുക്കറിയാം. അതേസമയം മിററിന്റെ ഒരു വശം കംപ്ലീറ്റ് ഒപ്പേക്ക് ആകുമ്പോൾ നമുക്ക് അതെവിടെയെങ്കിലും സപ്പോർട്ട് ചെയ്യാനോ അതെവിടെയെങ്കിലും ഫിക്സ് ചെയ്യാനൊക്കെ നമുക്ക് എളുപ്പമാണ്. പക്ഷെ ലെൻസിന്റെ എക്സ്പോഷർ പാർട്ട് കംപ്ലീറ്റ് അവൈലബിൾ ആക്കണമെങ്കിൽ ആ റിമ്മിൽ മാത്രമേ നമുക്ക് സപ്പോർട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതാണ് ഒരു റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് എന്ന് പറയുന്നത്. റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പിന് വേറൊരു പേരും കൂടെ ഉണ്ട്, കാസ്ഗ്രെയിൻ ടെലിസ്കോപ്പ്. ഇവിടെ ഒബ്സർവ് ചെയ്യേണ്ട ആള് എവിടെയാണ് ഇരിക്കുന്നത്? മിററിന്റെ ഫോക്കസിൽ വേണം വന്നിരിക്കാനായിട്ട്. അവിടെയാണ് നമ്മുടെ ഐപീസ് ആയിട്ടുള്ള ഒരു ലെൻസ് വെക്കാൻ. Okay, so that is about a reflecting telescope. So reflecting telescope എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യാറുള്ളത്, അത് അല്ലെങ്കിൽ എന്തുകൊണ്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതിൻ്റെയാണ് ഈ ഫസ്റ്റ് ലൈനിൽ തന്നിരിക്കുന്ന ആൻസർ. റിഫ്രാക്റ്റിംഗ് ടെലിസ്കോപ്സ് ആർ എക്സ്പെൻസീവ് ആൻഡ് ഡിഫിക്കൽട്ട് ടു കൺസ്ട്രക്ട്. മനസ്സിലായോ? ലെൻസിന്റെ സപ്പോർട്ടിങ്സ് അല്ലെങ്കിൽ അതിന്റെ റെയിൻഫോഴ്സ്മെന്റ് കൊടുക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതാണ് റിഫ്ലക്റ്റിംഗ് ടെലിസ്കോപ്പ് യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം. So that's all this ray optics. Thank you.